ഇന്ന് രാവിലെ തന്നെ നേരം പോയി കേട്ടോ. നേരം പോയി എന്ന് പറഞ്ഞാൽ എണീക്കാൻ വൈകിയതാണ്. ഞാൻ എപ്പോഴും 5:45 ആകുമ്പോൾ അലറാൻ വെക്കും. അത് ഓഫ് ചെയ്തിട്ട് കിടക്കും. പിന്നെ എണീറ്റ് വരുമ്പോഴത്തേക്ക് 6:45 ആവും കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ചപ്പാത്തി ഉണ്ടാക്കണം, ഉരുളക്കിഴങ്ങ് കറി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. സമയം പോയതുകൊണ്ട് ഞാൻ ഇന്ന് ഉപ്മാവിൽ ഒപ്പിക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് സേമിയ ഉപ്മാവാണ്. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് വലിയ താല്പര്യമില്ല. ഏട്ടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ കുറെ ദിവസമായി വാങ്ങി വെച്ചിട്ട് വറുത്തതാണ് എങ്കിൽ കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. സാധാരണ ഉപ്മാവ് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് തിരക്കിന്റെ ഇടയിൽ എനിക്ക് വേറൊരു തിരക്കും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു അയണിംഗ് ടേബിൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ രാവിലെ വിളിച്ചിട്ട് 8:30 ആകുമ്പോൾ എത്തും എന്ന് പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ അവർക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നും റെഡിയാക്കിയിട്ടില്ല. സ്റ്റോർ റൂമിലാണ് നമുക്ക് വെക്കാനുള്ള സ്പേസ് ഉള്ളത്. എന്റെ സ്റ്റോർ റൂം എന്ന് പറഞ്ഞാൽ അത് ഒന്നൊന്നര ഒരു സ്റ്റോർ റൂമാണ്. എല്ലാ സാധനങ്ങളും ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, നമുക്ക് സ്ഥലം കുറവാണ്. അപ്പൊ ഞാൻ ഒരുവിധം എല്ലാ സാധനവും എടുത്ത് ബെഡ്റൂമിലേക്ക് ആക്കിയിട്ട് അവർക്ക് ഫിറ്റ് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഒരുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനിത് തുടച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഷൂഡന്റെ അയണിംഗ് ടേബിൾ ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവരുടെ തന്നെ ഷൂറാക്കി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അവർ തന്നെയാണ് കേട്ടോ നമുക്ക് അയണിംഗ് ടേബിളും ഫിക്സ് ചെയ്ത് തരുന്നത്. അപ്പൊ ഇത് ഫോൾഡബിൾ ആയിട്ടുള്ള നമ്മുടെ ചുമരിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റിയ അയണിംഗ് ടേബിൾ ആണ്. അപ്പൊ അവര് അളവും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മള് പിന്നെ സ്റ്റോർ റൂമിൽ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഞാൻ ഫിറ്റ് ചെയ്ത് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്പേസ് ആണ് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ അയണിംഗ് ടേബിൾ. അപ്പൊ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പ്രീമിയം ക്വാളിറ്റി പ്ലൈവുഡ് ആണ്. ഇപ്പൊ ഇതിന്റെ മുകളിൽ നമുക്കൊരു സ്മൂത്ത് സർഫേസിന് വേണ്ടിയിട്ട് കുഷനിങ് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ ക്ലോത്തും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ അവർ നമുക്ക് അയൺ ബോക്സ് വെക്കാനുള്ള സ്റ്റാൻഡും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യ സമയത്ത് ഇത് പൊക്കി വെക്കാം, നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മടക്കി വെക്കാം കേട്ടോ. മെയിൻ ആയിട്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പേസ് സേവിംഗ് ആണ്. നമ്മളെ പോലെ ഇങ്ങനെ സ്ഥലമൊക്കെ കുറവുള്ളവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അയണിംഗ് ടേബിൾ വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മുടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അവർക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ നല്ല സർവീസും ആണ്. പിന്നെ ഒരു 10 മിനിറ്റ് അത്രേ എടുത്തുള്ളൂ കേട്ടോ. അവർ വരുന്നേയും കണ്ടു പോകുന്നേയും കണ്ടു. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ അവിടെ ഞാൻ ആദ്യം തന്നെ വേഗം ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പൊ കുഞ്ഞൂസിന് പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. വേഗം അവന്റെ യൂണിഫോം തേക്കാണ് കേട്ടോ. പൊതുവേ ഞാനല്ല തേക്കല്, ഏട്ടനാണ് തേച്ച് കൊടുക്കുക. എനിക്ക് തേക്കാൻ നല്ല മടിയുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, കട്ടിലിൽ വിരിച്ച് പുതപ്പ് വിരിച്ച് മുണ്ട് വിരിച്ച് എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല റിസ്ക് ആണ്. പക്ഷെ ഇത് ഭയങ്കര സുഖമുണ്ട് കേട്ടോ. എന്റെ സ്റ്റോർ റൂമിന്റെ ലുക്ക് തന്നെ ഇത് വെച്ചപ്പോൾ മാറിയിട്ടുണ്ട് കേട്ടോ. തേക്കാനും നല്ല എളുപ്പമാണ്. നമുക്ക് അങ്ങ് നിന്ന് തേച്ചാൽ മതി. പിന്നെ നമ്മുടെ ഈ അയൺ ബോക്സ് വെക്കേണ്ട ബുദ്ധിമുട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല സുഖമുണ്ട് തേക്കാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ എനിക്കുണ്ടല്ലോ ഇതിനകത്ത് തേക്കുന്നതിനേക്കാളും ഇത് ഫോൾഡ് ചെയ്ത് വെക്കാം. അതാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത്. കാരണം നമുക്ക് ഇവിടെ ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും സ്ഥലമില്ല. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഞാനിതാ സേമിയ ഉപ്മാവൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ല. ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ എത്ര നന്നായി ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും എന്റെ കുഞ്ഞൂസ് അപ്പുറത്ത് പോയിട്ട് ഇഡലി സാമ്പാറൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. പിന്നെ സമയം പോയി വേഗം അവനെ ഒരുക്കി പറഞ്ഞിടുകയാണ്. എന്റെ കുഞ്ഞൂസിന്റെ ബെൽറ്റ് എപ്പോഴാണോ ടൈറ്റ് ആവാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഞാൻ ബെൽറ്റ് ചെറുതാക്കുക എന്നല്ലാതെ വലുതാക്കാനുള്ള ഒരു അവസരം അവൻ തരുന്നില്ല. പിന്നെ തടി വെക്കുമായിരിക്കും അല്ലേ. പൊക്കം വരുന്നുണ്ട്, പക്ഷെ തടി വെക്കുന്ന കാര്യത്തിലാണ് കേട്ടോ ഞങ്ങൾ ബാക്കോട്ട്. പിന്നെ കുഞ്ഞൂസിന് വണ്ടി കിട്ടുമോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഏകദേശം 9:30 ആവാനായിട്ടുണ്ട്. 9:30 കേട്ടോ കുഞ്ഞൂസിന്റെ വണ്ടി വരും. അപ്പൊ ഞാൻ വേഗം അവനെ കൊണ്ടുവിടട്ടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.